ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം. എന്താണ് പഠന വൈകല്യം? തലച്ചോറിൽ ആശയങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും മറ്റും തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം. ഇതനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും ഗണിതശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് കുറവായിരിക്കും. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നീ അസ്വസ്ഥതകളും പഠന വൈകല്യത്തിന്റെ ഭാഗമാണ്. ആദ്യമേ നമുക്ക് ഡിസ്ലെക്സിയെ കുറിച്ച് ചർച്ച ചെയ്യാം. ഡിസ്ലെക്സിയ എന്നാൽ വായിക്കാനുള്ള പ്രയാസവും സംസാര ശബ്ദങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുമാണ്. ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ വാക്കുകളും അക്ഷരങ്ങളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാകാത്ത ഈ അവസ്ഥ വായനാ വൈകല്യം എന്നും പറയപ്പെടുന്നു. ഇത് മസ്തിഷ്കത്തിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഗത്തെയാണ് ബാധിക്കുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്ഗ്രാഫിയെ കുറിച്ച് സംസാരിക്കാം. എഴുതുവാനുള്ള കഴിവിനെ ബാധിക്കുന്ന വൈകല്യമാണിത്. അക്ഷരത്തെറ്റ്, വേഗത്തിൽ എഴുതാൻ പ്രയാസം, വാക്കുകൾ തമ്മിലുള്ള അകലം അറിയാതിരിക്കുക എന്നിവ പ്രായഭേദമന്യേ ഈ അവസ്ഥ ഉള്ളവരിൽ കാണാം. അടുത്തതായി ഡിസ്കാൽക്കുലിയെ കുറിച്ച് സംസാരിക്കാം. ഗണിതശാസ്ത്ര പഠനവുമായി ഈ അവസ്ഥ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വൈകല്യം ഉള്ളവർ ഗണിതത്തിൽ പിറകോട്ടായിരിക്കും. ഇവർക്ക് ചെറുതും വലുതും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ ചെയ്യാൻ ഇവർ കൂടുതൽ സമയമെടുക്കും. അടുത്തത് ഡിസ്പ്രാക്സിയ. ഇത് ശാരീരികമായ കോർഡിനേഷനെ ബാധിക്കുന്നു. പ്രായത്തിൽ കുറഞ്ഞ മസ്തിഷ്ക പ്രവർത്തനത്തെയും ശാരീരിക പ്രവർത്തനവും ഒപ്പം ഊർജമില്ലായ്മയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. അടുത്തായി നമുക്ക് പഠന വൈകല്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. മാതാപിതാക്കൾക്ക് പഠന വൈകല്യം ഉണ്ടെങ്കിൽ കുട്ടികൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ജനന സമയത്തെ പ്രശ്നങ്ങൾ, ജനനത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, ഭാരക്കുറവ്, ഗർഭകാലത്തെ പ്രശ്നങ്ങൾ, ഈ കാലത്തുണ്ടാകുന്ന ആഘാതങ്ങൾ, മദ്യപാനം, ഗർഭസമയത്ത് ഗർഭപാത്രം വികസിക്കാതിരിക്കുക, ശാരീരിക വൈഷമ്യങ്ങൾ, ജനനശേഷമുള്ള പ്രശ്നങ്ങൾ, ഉയർന്ന പനി, തലയ്ക്കുണ്ടാകുന്ന ആഘാതം, പോഷകക്കുറവ്, പെയിന്റ്, സെറാമിക് പോലുള്ള ടോക്സിക് വസ്തുക്കളോടുള്ള എക്സ്പോഷർ, ഇതെല്ലാം തന്നെ പഠന വൈകല്യങ്ങളിലേക്ക് നയിക്കാം. അടുത്തായി പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം. വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതാവുക, ശരിയായ വാക്ക് കണ്ടുപിടിക്കുവാൻ പരാജയപ്പെടുക, അക്ഷരം, നിറം, അക്കം, ആകൃതി ഇവ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, ദിനചര്യകളും നിർദ്ദേശങ്ങളും പിന്തുടരാൻ ബുദ്ധിമുട്ട്, പേന, പെൻസിൽ, കത്രിക എന്നിവ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഷൂ കെട്ടാനും ബട്ടൺസ് ഇടാനും പ്രയാസം നേരിടുന്നു. അടുത്ത പഠന വൈകല്യം എങ്ങനെ കണ്ടെത്താം? ആദ്യമായി വിദ്യാർത്ഥിയുടെ പഠനപരമായ കാര്യങ്ങൾ വിലയിരുത്തുക. അതിനുശേഷം വൈദ്യ പരിശോധനകൾ നടത്തുക. അതിനുശേഷം കുടുംബ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കുക. പഠന രീതികൾ വിലയിരുത്തുക. പെരുമാറ്റ നിരീക്ഷണം നടത്തുക. ഈ പ്രവർത്തനങ്ങളെല്ലാം മുഖ്യമായും സ്കൂൾ, ക്ലിനിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശീലന കേന്ദ്രത്തിലോ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിലോ നടത്തപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് ചികിത്സാ രീതിയെ കുറിച്ച് നോക്കാം. പഠന വൈകല്യത്തിന് മരുന്ന് ഉപയോഗിച്ച് ചികിത്സകളില്ല. കുട്ടികൾ അസാധാരണവും അമിതവുമായ ദേഷ്യം, വാശി, പരിഭ്രമം എന്നിവ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളാകാം. നല്ല ഒരു കൗൺസിലറുടെ സഹായത്തോടെ പഠന വൈകല്യം നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ ട്രെയിനിങ് സഹായത്തോടു കൂടി പിറകോട്ട് നിൽക്കുന്ന മേഖല കണ്ടെത്തി പരിശീലനം നൽകാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.